ഇനി നമുക്ക് ഓണം വിശേഷങ്ങളിലേക്ക് കടക്കാം. വയനാട്ടിൽ ഇത്തവണ ഓണ വിപണിയിലേക്ക് പുൽപ്പള്ളി കൃപാലയ സ്കൂളിലെ കുട്ടികൾ വിളയിച്ച ചെണ്ടുമല്ലി പൂക്കളുമുണ്ട്. സ്കൂൾ വളപ്പിൽ പൂക്കൾക്കായി അവർ കൃഷിയിടമൊരുക്കിയപ്പോൾ ചെണ്ടുമല്ലികൾ അവർക്കായി വസന്തമൊരുക്കി. സ്കൂൾ വളപ്പിലെ 20 സെന്റ് ഭൂമിയിലാണ് പുൽപ്പള്ളി കൃപാലയ സ്കൂളിലെ കുട്ടികൾ ചെണ്ടുമല്ലി വസന്തം തീർത്തത്. ഓണത്തിന് സ്വന്തം പൂക്കൾ എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ വിത്തിട്ടത്. മുട്ടിട്ട ചെണ്ടുമല്ലികൾ പ്രായമെത്തി വിളവെടുത്ത് വിപണിയിലേക്ക് എത്തും വരെ പിന്തുണയുമായി അധ്യാപകരും ഇവർക്കൊപ്പമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഒരു പൂക്കളം അവരുടെ കണ്ണിനൊരു ആകർഷണം, അവരുടെ മനസ്സിന്, അവരുടെ ജീവിതത്തിന് ഒക്കെ ഒരു ആകർഷണം, ഒരു സന്തോഷം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള ഞങ്ങൾ ഉദ്ദേശം വെക്കുന്നത്. നമ്മുടെ കൃപാലയ സ്കൂളിനെ കുറിച്ചുള്ള ഒരു ആഭിമുഖ്യം വളർത്താനും അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളെ കാണുമ്പോൾ ഞങ്ങളുടെ മക്കളൊക്കെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളൊരു സമൂഹത്തിനൊരു വിലയിരുത്തൽ നടത്തുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അരയാലിൽ കൊമ്പിലിരുന്ന് കുയിലമ്മ പാട്ടുകൾ പാടി. 26-ാം തീയതി 21-ാം തീയതി 19 കൂട്ടം പായസം 2 കൂട്ടം. സ്കൂൾ പറമ്പിലെ കാട് പിടിച്ച ഭാഗമാണ് ഓണം കളറാക്കാൻ ഇവർ പൂപ്പാടമൊരുക്കിയത്. വിളവെടുപ്പും വൻ ആഘോഷമാണ്. പുളകം കൊള്ളുക തുമ്പപ്പൂവേ, പൂക്കളിൽ നീയേ ഭാഗ്യവതി വൈലോപ്പള്ളിയുടെ വരികളാണ്. ഈ കുട്ടികളുടെ പൂന്തോട്ടത്തിലുള്ള ഈ പൂക്കളാണ് ശരിക്കും ഭാഗ്യവതികൾ. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.